ബുള്ളിന്റെ ഉള്ളിൽ തട്ടിയിട്ട് എനിക്ക് അത്ര വലിയൊരു സിറ്റുവേഷനിൽ ജാസിനെ കൂടുന്നു. അങ്ങനെ ജാസിനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ജാസി എന്നെ വന്ന് അതുകൊണ്ട് ഞാൻ ജാസിനെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുകയല്ല, ജാസി എന്നെ പറഞ്ഞു പറ്റിക്കുക അങ്ങനത്തെ സംഭവത്തിലില്ല. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വസ്തു എന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 എണ്ണല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് 3 എണ്ണം ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് ഒന്നുള്ളൂ പറയും. എന്തിനു സപ്പോർട്ട്? എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നത് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതൊരു അവിയിൽ വരും കേസാണ്. ആഷി ജാസി ഇവർ തമ്മിലുള്ള വിഷയം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആഷി തന്നെ മുന്നേ വന്നിട്ട് ഇവ എന്നെ പിച്ചി മാന്തി നുള്ളി ഇടിച്ച് എന്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുന്നു, എന്നെ പുറത്ത് വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഷി തന്നെ മുന്നോട്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ, ഐ തിങ്ക് ഒരു 2 വർഷം ബാക്ക് വന്നിട്ടുള്ള അത് ഇപ്പൊ കുത്തിപ്പൊങ്ങി റീസെന്റ് കോൺട്രവേഴ്സി ആയി. ഇതാക്കിയതാണെന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ബിഗ് ബോസ് വരാൻ പോവുകയാണ്. പുറത്ത് കോൺട്രവേഴ്സി ഉണ്ടായാൽ മാത്രമേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ജാസിയും ആഷിയും പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു കോൺട്രവേഴ്സി ആണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. പ്രത്യേകിച്ച് 2 വർഷം മുന്നേ ഉള്ള കേസ് കുത്തിപ്പൊക്കി വിട്ടതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ. എനിക്ക് 2 ദിവസം മുന്നേ ഈ തോന്നലുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റീസെന്റ് കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. നന്ദിനി റെഡ്ഡി വന്നിട്ട് ആഷിയുടെ ഉമ്മാന്റെ വോയിസ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തിരിഞ്ഞും നോക്കാത്ത ഒരു മകൻ, ആ ഒരു സെറ്റപ്പിലാണ് ആഷിയുടെ ഉമ്മ ആഷിയെ പറ്റി പറയുന്നത്. അതുപോലെ 5 പൈസ ചെലവിന് കൊടുക്കത്തില്ല, ഇങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ ആഷിയുടെ ഉമ്മ പറയുന്നതായിട്ട് നന്ദിനി റെഡ്ഡി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ നന്ദിനി റെഡ്ഡി ഇവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ പണ്ടത്തെ വലിയ മച്ച കമ്പനിയായിരുന്നു. ആ സമയത്ത് നന്ദിനി റെഡ്ഡി ജാസി ആഷിയൊക്കെ കട്ട കമ്പനി. അപ്പൊ പിരിഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ ആഷിയും ജാസിയും കൂടിയൊക്കെ പിരിഞ്ഞ ഒരു കേസും അപ്പോഴുണ്ടായ അടി, അതിന്റെ ഇടയിൽ പെട്ട് അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളുണ്ട്. പക്ഷെ അതിനു മുന്നേ ഒന്ന് പിന്നിലോട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ ജാസിയുടെ ഒരു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു. ആ കല്യാണ വീഡിയോ ഞാൻ കണ്ട സമയത്ത് ജാസിയെ ഈ ബലാത്കരമായി ചെയ്യിപ്പിച്ച കല്യാണമായിട്ടാ അല്ലെങ്കിൽ ജാസിക്ക് താല്പര്യമില്ലാതെ കെട്ടിയ കെട്ടായിട്ടോ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഞാൻ പറയുന്നതായിട്ട് കണക്ട് ആവും. അതുകൊണ്ട് പറഞ്ഞതാ. കണ്ട, ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്തോ ഒരു റൊമാൻറ്റിക് ആയിട്ടൊക്കെ എടുക്കുന്ന പോലെ ഉണ്ട്. ജാസി ഒരു ട്രാൻസ് ആണെന്ന് പോലും പറയത്തില്ല. അപ്പോഴ് ആണായിട്ട് തന്നെയാണ് നടന്നത്. അത്ര റൊമാൻറ്റിക് ആയിട്ട് ഒരു റീലൊക്കെ ചെയ്യുന്നു. ഒരു താല്പര്യവും ആ പെൺകുട്ടിയുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയൊക്കെ റീല് കാര്യങ്ങളൊക്കെ എടുക്കാൻ, അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഡേറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഷൂട്ടുകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂടെ? ഇത് നല്ല താല്പര്യത്തോടെ നിൽക്കുന്നതായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, വോട്ടവർ, അത് അവിടത്തെ ഒരു പ്രശസ്തമുള്ള കാര്യമല്ല. എങ്കിലും എനിക്കൊന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി. ഇനി എക്സ്പ്ലനേഷനിലോട്ട് വരാം. എക്സ്പ്ലനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആഷിയും ജാസിയും കൂടി മുന്നോട്ട് വന്നിട്ട് ആഷിയുടെ ഉമ്മാക്കെതിരെയും ജാസിയുടെ ഉമ്മാക്കെതിരെ ആർക്കൊക്കെ എതിരെയൊക്കെ ആയിട്ട് വന്നിരുന്ന് പറയുന്നുണ്ട്. അതിനു മുന്നേ നമ്മുടെ ആഷിയുടെ ഉമ്മ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഹൈലൈറ്റ് സാധനം കൊടുക്കാം. 10 മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് 10 ഉറുപ്പ്യ ഞങ്ങളുടെ വീട്ടിലേക്കില്ല, വേണ്ട. 2 വർഷം എന്റെ 10 ഉറുപ്പ്യ ഞങ്ങൾക്ക് ചെലവ്. ഇവന്റെ ചെലവിനെ കഴിയണ ഓരോ യൂട്യൂബർമാര് പറയണ്ടേ, ഇവൻ സമ്പാദിച്ച പൈസ എവിടെ? കംപ്ലീറ്റ് ജാസിന്റെ കയ്യിലാണ്. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വസ്തു എന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 എണ്ണല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് 3 എണ്ണം ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് ഒന്നുള്ളൂ പറയും. എന്തിനു സപ്പോർട്ട് ചെയ്യണ്? മോൻ വരുമ്പത്തിന് ഇറച്ചിയും 10 ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനു ഇവരെ അവനെ സ്വീകരിക്കണം, ആട്ടിവിടണം. അതേസമയം ജാസി ഇവിടുത്തെ കയറുന്നതിന് ചൂലും കെട്ടോണ്ടടിക്കും. ഞാൻ കേട്ടൂല. ഇവരുടെ അമ്മ എന്തിനു കേട്ടണത്? അതന്നെ ഞാൻ പറയണത്. ഈ നല്ല സപ്പോർട്ടാണ്, ഈ മക്ക് കാര്യം ഉണ്ടാവും. ഞങ്ങൾ അന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയുന്നു അവര്. ഈ ചെക്കൻ്റെ ഒന്നും വായി കൊടുക്കാൻ പറ്റും. ചെക്കനിക്ക് എന്ത് വായാണ് പറഞ്ഞ പെണ്ണല്ല അടികട്ടവൻ. ഞാനാണ് കുടുംബത്തോടെ അനാവശ്യം പറയും. ഇനി എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടാ, എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ആ മെസ്സേജ് അവൻ അപ്പ ഡിലേറ്റ് ആക്കും. എന്റെ മോന്റെ മുമ്പിൽ വിളിച്ചാൽ എന്റെ മോൻ കേട്ടിട്ട് എന്നോട് പറയാം എന്റെ മോനിക്കൊന്നും അവിടെ പറയാൻ പാടില്ല. അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവൻ സ്വൈരം കൊടുക്കുമെന്ന് നിങ്ങളൊക്കെ വിചാരിക്കണ്ട. അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ മൊയിലേരത്തും കൊല്ലാക്കാത്തുമില്ല. പടച്ച റബ്ബിനോടെ ഞാൻ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പടച്ചൻ. എന്തെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും. എന്നും ഇവര് 16 പോലെ ഇരിക്കൊന്നുമില്ല. എത്ര വേദന ഉണ്ട് എനിക്ക്. ഒരു നേരം നമസ്കാരപ്പായി ഇത് കര. ഞാൻ ആദ്യം തന്നെ ആശയം എടുത്തൊരു കാര്യം പറയാം. തന്റെ ഉമ്മാനെ വേദനിപ്പിച്ചുകൊണ്ട് താൻ എന്ത് നേടിയാലും ഈ ഭൂമിയിൽ ഗുണം പിടിക്കത്തില്ല. പ്രത്യേകിച്ച് ഈ ജാതിയെ പേടിച്ച് ദൂറിക്കൊണ്ട് അവിടെ കയറി ഇരിക്കുകയാണെങ്കിൽ അത് അതിനേക്കാളും അപരാധമായുള്ള ഒരു പരിപാടി എന്നേ ഞാൻ പറയത്തുള്ളൂ. സ്വന്തം ഉമ്മാനെ പോലും തിരിഞ്ഞു നോക്കാണ്ട് അവനെയും പേടിച്ച് അവിടെ കൂടെ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഫ്ലോപ്പായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത്രയും പേടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ പേടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് പറയാനുണ്ടായ റീസൺ നിങ്ങൾ എന്നെ പണ്ട് പറഞ്ഞത്, എന്റെ പാസ്പോർട്ട് പിടിക്കുകയും ചെയ്യുന്നു, എന്നെ അങ്ങോട്ട് വിടുന്നില്ല, ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന്. അതുപോലെ ഇപ്പൊ ആഷിയുടെ ഉമ്മാൻ പറയുന്നുണ്ട്, നീ അധ്വാനിച്ച പൈസ എല്ലാം കൂടി ഇവള് പിടുങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ജാസി കുട്ടി പിടുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു പോയത്. ഇതിനെയൊക്കെ പേടിച്ചിട്ട്
സ്വന്തം ഉമ്മാനെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നത് അതിനേക്കാളും പോക്കൃത്തനം നിറഞ്ഞൊരു പരിപാടിയാണ്. ചിലവനും കൊടുക്കുന്നില്ല, തിരിഞ്ഞും നോക്കുന്നില്ല. 10 മാസത്തിന് പുറത്തായി നീ പോയിട്ട് ആ ഉമ്മാനെ ഒന്ന് കണ്ടിട്ട്. ഇതൊക്കെയാണ് അവസ്ഥ. വല്ലാത്ത അവസ്ഥയാണ്. ഇതൊന്നും ഒട്ടും ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇവരുടെ പുതിയ എക്സ്പ്ലനേഷൻ, ഇവന്റെ ഉമ്മാക്കെതിരെ തന്നെ ഇവനും ജാസിയും കൂടി വന്നിരുന്നും കൊണ്ട് എക്സ്പ്ലനേഷൻ അടിക്കുന്നുണ്ട്. നമുക്ക് കേട്ടോക്കാം. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ആഷിനെ ഞാൻ പറയാൻ സമ്മതിക്കുന്നില്ല, ആഷിനെ ഞാൻ വിടുന്നില്ല. അപ്പം ഒന്നാമത് ആഷിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊന്നും ഇഷ്ടമുള്ള ഒരു കാര്യമില്ല. എന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് ആഷി ഈ എന്താ പറയാ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതടക്കം ആഷി പറയുന്നത്. അതിൽ ആ വോയിസ് ഞാൻ ഫുള്ളായി കേട്ട്. അതിൽ എത്ര 4 പാർട്ടോ 3 പാർട്ടോ ഉണ്ട്. അതിൽ ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ റീപ്ലൈ കൊടുക്കില്ലാണ്ടിരുന്നാണ്. പിന്നെ കുറേ സോഷ്യൽ മീഡിയ ആങ്ങളമാരും അമ്മായിമാരും എടുത്തിട്ട് അത് വളച്ചിരിക്കാൻ നിർത്തി. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും ഓൺ വോയിസ് ചെയ്യാനൊരു മടിയുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഓൺ വോയിസ് ഒന്നും സംസാരിക്കാത്ത, ഒരു ഇൻ്റർവ്യൂലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ജാസിയാരും കൂടുതൽ സംസാരിക്കും. ഷിദ്ദിൽ ഞാൻ സംസാരിക്കുന്നത് എന്നാലാണ് ക്ലിയർ ആവുള്ളൂ എന്നുള്ള സംഭവത്തിൽ ഞാൻ സംസാരിക്കും. എന്റെ പൊന്നാശയണ്ണ, നമുക്കിതൊന്നും വളച്ചൊടിക്കേണ്ട കാര്യമില്ല, നമുക്കിതൊന്നും വളച്ചൊടിച്ചിട്ടൊന്നും കിട്ടാനുമില്ല. അത് വേറൊരു കേസ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നീ തന്നെയാണ് 2 വർഷം മുന്നേ വന്നിരുന്ന് പറയാനാ നിന്റെ പാസ്പോർട്ട് പിടിങ്ങി വെച്ചിട്ടുണ്ട്, നിന്നെ നല്ലോണം ഉപദ്രവിക്കുന്നുണ്ട്, ഇതെല്ലാം നീ തന്നെയാണ് പറഞ്ഞത്. ഇതൊന്നും നമ്മളൊന്നും അല്ല പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് വന്നിരുന്നിട്ട് ഇങ്ങനെ ഉൾട്ടടിച്ച് പറയുമ്പോൾ അതിലൊരു കഴമ്പ് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും നീ കുരുക്കിൽപ്പെട്ട് തടങ്കലിലാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഉറപ്പായിട്ടുണ്ട്, ഇല്ലെന്നൊന്നുമല്ല പറയുന്നത്. ഒന്നുകിൽ നിന്റെ എന്തോ വലിയൊരു സംഭവം രഹസ്യമോ എന്തെങ്കിലോ ജാസിയുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് നീ കുടുങ്ങി നിൽക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ട്രൂ ലവ് ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. എന്തായാലും കൊള്ളാം, എനിക്കൊരു വശപ്പശ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട ആ വോയിസിൽ ഞാൻ വന്നിട്ട് 10 മാസമായി. ഇതുവരെയായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 10 മാസമായിരുന്നു. നാട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് 10 മാസം ഞാൻ ഫസ്റ്റ് നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വീട്ടുകാരെ കുറ്റപ്പെടുത്തി ഒന്നും പറയില്ല. എനിക്ക് ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും പണ്ട് എനിക്ക് 6 വർഷം ശേഷം നാട്ടിലേക്ക് പോരാൻ പറ്റുന്നത്. പണ്ട് എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു നാട്ടിൽ. അതുപോലെ ഒരു ഗ്യാങ് നല്ല മെമ്പേഴ്ഷിപ്പ് പൊളിയായിരുന്നു. പക്ഷെ നാട്ടിൽ പോയിട്ട് ദുബായി പോയിട്ട് വന്നപ്പോൾ ഈ വ്യക്തികളൊന്നും എൻ്റെ പഴയ പോലെ അല്ല പെരുമാറുന്നതും കാര്യങ്ങളും. പിന്നെ ഞാൻ ആപ്പാടെ വീട്ടിൽ മാത്രം ഒറ്റ അങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ എല്ലാം അവിടെ നിന്ന് വന്നതാണ്. നാട്ടിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെ കൊച്ചിയിലേക്ക് വന്നത്. അതായത് പണ്ട് ആഷിക്ക് നാട്ടിൽ ഭയങ്കര ഫ്രണ്ട്സും ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ആഷി പറയുന്നത്. ഇന്ന് അതൊന്നും ഇല്ല. ഇന്ന് അതൊന്നും ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്നൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക്. ജാസിയെ കൂടെ കൂട്ടിയതിനു ശേഷം തന്റെ ഫ്രണ്ട്സും ഫാമിലി എല്ലാം പിന്നിട്ട് മാറിയ ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഒരു പക്ഷേ ഇനി ജാസിയുമായിട്ട് വേർപിരിഞ്ഞു താൻ തന്റെ കാലിൽ തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം തിരിച്ചു വന്നേക്കാം, പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫ്രണ്ട്സിനെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. പഴയ ഫ്രണ്ട്സ്, പഴയ ഗ്യാങ്, ഈ ഗ്യാങ്ങൊക്കെ പോയതിന്റെ റീസൺ താണ്ടാനൊന്നിരുന്ന് ചിന്തിച്ച് നോക്ക് എന്തുകൊണ്ടാണെന്ന്. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടുകാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു റിലേഷൻ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ ഞാനൊരു ട്രാൻസായിട്ടുള്ള ഒരാളെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. വിളിച്ചു കൊണ്ടുപോകുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ ഇവിടെ ആശി തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ജാസി നിങ്ങളുടെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട്, ഇടിക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്, തടങ്കലിലാണെന്നുള്ള കാര്യം ആശി തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഉമ്മ അറിഞ്ഞ സ്ഥിതിക്ക്, അതായത് നിങ്ങളുടെ ഓൾഡ് വീഡിയോ കണ്ട സ്ഥിതിക്ക് ആ ഉമ്മക്ക് ഒരിക്കലും അത് കണ്ടും കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. തന്റെ മകൻ കുരുക്കിലാണ്, കുരുക്കിലാണെന്നുള്ളൊരു കാര്യം ആ ഉമ്മയ്ക്ക് അറിയാമെങ്കിൽ ആ ഉമ്മയ്ക്ക് എന്നും മരണം വരെയും വേവലാതി തന്നെയായിരിക്കും. ഒരിക്കലും ഞാൻ ഉമ്മയെ കുറ്റം പറയത്തില്ല. അതുപോലെ ഇതെല്ലാം അറിയാന്നുള്ള തന്റെ നാട്ടുകാരും തന്റെ വീട്ടുകാരും തന്റെ കൂട്ടുകാരും ഒരിക്കലും തന്നോടൊപ്പം നിൽക്കില്ല ഈ ഒരു കേസിൽ. ഇതിപ്പോ ജാസി തന്നെ ഇപ്പോഴും കുരുക്കി വെച്ചിരിക്കുന്നതല്ലെന്ന് എന്താണ് ഉറപ്പ്? പറയാൻ പറ്റത്തില്ല. അന്ന് ഇത്രയും വന്ന് ലൈവിൽ ഘോര പറഞ്ഞല്ലേ, അതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ കൊടുക്കാം. എനിക്ക് ഇതിന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വന്നാൽ പറയും. പിന്നെന്താ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു വാക്കുകൊണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിനു കൊണ്ട് നിൽക്കുന്നത്. എല്ലാ വീഡിയോസും കണ്ട ഗൈസിന് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം അറിയാലോ. ഞാൻ എനിക്ക് കൂടുതൽ ആക്ട് ചെയ്യാൻ ഓക്കെ. ഇങ്ങനത്തെ ഒരു കാര്യമാണ് ആശി പറയുന്നത്. ഇവിടെ പെട്ട് നിൽക്കുകയാണ്, എന്റെ വീട്ടുകാരെല്ലാവരും പറയുകയാണ് എന്നെ ഇടിക്കുന്നു, ഉപദ്രവിക്കുന്നു എല്ലാം. ഇനി വേറൊരു സംശയം കൂടി എനിക്കിവിടെ തോന്നിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ ആശിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആശിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണോ ജാസി പെണ്ണായി മാറാൻ ശ്രമിക്കുന്നതെന്നും കൂടി എനിക്ക് തോന്നലുണ്ട് കേട്ടോ. സീരിയസ്ലി പറയാം, എനിക്ക് അങ്ങനെ തോന്നി. അതിന് വേണ്ടിയിട്ടാണോ എന്നും അറിയത്തില്ല. ഒരുപക്ഷെ ജാസിക്ക് ആണായിരുന്ന സമയത്ത് എന്നെ ആശി ഇഷ്ടമായിരിക്കും. പക്ഷെ ആശിക്ക് ഒരിക്കലും ഒരാണായ വ്യക്തിയെ സ്വീകരിക്കാൻ പറ്റുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും മേ ബി പെണ്ണായി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടായിരിക്കും ജാസി പെണ്ണാവാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അറിയാൻ പാടില്ലടേ, നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന്. ഒരു പിടിയും കിട്ടുന്നില്ല. രണ്ടാമത് ജാസി എന്നുള്ള റിലേഷൻഷിപ്പിൽ വന്നേ പിന്നെയാണ് എല്ലാവരും ഇങ്ങനെ വെറുക്കണമെന്ന് പറയുന്നത്. ഒരിക്കലും ജാസി എന്നുള്ള സംഭവത്തിൽ ജാസിനെ പിടിച്ചു നിർത്തിക്കുക അങ്ങനെയല്ല. എൻ്റെ സംഭവം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പല ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു ഡാർക്ക് സിറ്റുവേഷൻ ജാസിനെ എൻ്റെ കൂടെ നിന്ന് അതുകൊണ്ട് എൻ്റെ മരിക്കണം എന്നുള്ളൊരു ലെവലിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലായത് എനിക്ക്
ജാസി എന്നെ വന്ന്. അതുകൊണ്ട് ഞാൻ ജാസിനെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുകയല്ല, ജാസി എന്നെ പറഞ്ഞു പറ്റിക്കുക അങ്ങനത്തെ സംഭവത്തിലില്ല. ഞാൻ ജാസിനെ 100% ഷുവറായിട്ടും നല്ല മനസ്സോടെ ഞാൻ ജാസിൻ്റെ ഒപ്പം നിൽക്കുന്നത്. അതിൽ കുറേ വോയിസിൽ വളച്ചൊടിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് പറ്റുമ്പോഴെങ്കിലും അങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് മൊത്തം. ഞാൻ ലാസ്റ്റ് ആ വോയിസ് കേട്ടപ്പോൾ എൻ്റെ ഉമ്മാക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ് നീ എല്ലാം ഇട്ടിട്ട് വാ, എന്നാൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതൊന്ന് അത് ഞാൻ പിന്നെ എനിക്ക് പറയുന്നത്. പിന്നെ രണ്ടാമത് അതിൽ പറയേണ്ട ക്യാഷ് ഞാൻ അയക്കുന്നില്ല കാര്യങ്ങൾ. ഒന്നാമത് ഫോൺ അടിച്ചെടുക്കില്ല. ഫോൺ ഞാൻ വിളിച്ചാൽ അമ്മ ഞാനാണ് ഫോൺ എടുക്കില്ല. പിന്നെ ഞാൻ ഫാമിലിയിൽ കൂടുതൽ മെമ്പേഴ്സ് കുടുംബത്തിൽ വരുമ്പോൾ ഞാൻ വിളിക്കാൻ നിൽക്കില്ല. എന്താ വെച്ചാൽ ഞാൻ കാരണം കൊണ്ട് ഇനി അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്നുള്ള സംഭവത്തിൽ ഞാൻ വിളിക്കാൻ നിൽക്കില്ല. പിന്നെ പൈസ ഞാൻ അയക്കില്ല. എൻ്റെ ഫസ്റ്റത്തേക്കാക അറിയാണ്ട് അമ്മക്ക് പൈസ അയച്ചു കൊടുക്കലുണ്ട്. അതിന്റെ റെസിറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് കാണി. പക്ഷെ ബോധിപ്പിക്കുന്നില്ല ഞാൻ ചെയ്ത് എനിക്ക് മാത്രമല്ല. ഇപ്പൊ ഈ പെരുന്നാളിന് പോലും എന്റെ വീട്ടിലേക്ക് ഞാൻ ക്യാഷ് അയച്ചു, അതേപോലെ ആഷിന്റെ വീട്ടിലേക്കും ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഉമ്മാക്കൊക്കെ വളരെ ചീപ്പുള്ള കാര്യമാണ്. സ്വന്തം ഉമ്മാക്ക് കാശ് അയച്ചു കൊടുത്തതിന് തെളിവ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല. അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിക്ക് ഇരുന്നാൽ മതി. പക്ഷെ ആ ഉമ്മയാണോ എന്ന് പറയുന്ന 5 പൈസ അയക്കുന്നില്ല, നീ 10 മാസമായിട്ട് നാട്ടിൽ വരുന്നില്ല, ഉമ്മാനെ കാണാൻ വരുന്നില്ല, പിന്നെ നീ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കിപ്പോൾ അവിടെ ഫ്രണ്ട്സ് ആരും ഇല്ല, അതുകൊണ്ട് പോകുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു കാര്യം. മുന്നത്തെ നിന്റെ ലൈവിൽ നീ പറഞ്ഞിട്ടുള്ള നിന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, നിന്റെ പാസ്പോർട്ട് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ഉള്ള ഒരു കാര്യമാണ് മുന്നത്തെ ലൈവിൽ നീ പറയുന്നത്. അങ്ങനെ എല്ലാം കൂടി കാച്ചിക്കൂട്ടി കലക്കി കുടിച്ച് കുടിക്കുമ്പോൾ ഇപ്പോഴും നീ പറയുന്നൊരു കള്ളമായിട്ട് നാട്ടുകാർക്ക് തോന്നത്തുള്ളൂ. നീ പെട്ടിരിക്കുകയാണെന്നേ തോന്നത്തുള്ളൂ. അതിലൊരു തെറ്റുമില്ല. പിന്നെ നിന്റെ പഴയ കൂട്ടുകാർ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യുന്ന പ്രവർത്തികൾ അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ടും ഒക്കെ ആയിരിക്കണം അവർ നിന്നോടൊപ്പം ഇപ്പം നിൽക്കാത്തതും ഒരു രീതിയിലും മൈൻഡ് ചെയ്യാത്തത്. അത് അവരെയും തെറ്റു പറയാൻ പറ്റത്തില്ല. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കാൻ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.